കല്യാശ്ശേരി മണ്ഡലവും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തും ആതിഥ്യമരുളുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള മോട്ടോർ സ്പോർട്സ് ഇവൻ്റായ അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 ടൂർണമെൻറ്റ് 25-26 തീയതികളിൽ ആലക്കാട് ഏഴുംവയലിൽ നടക്കും. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. കല്യാശ്ശേരി മണ്ഡലവും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തും ആതിഥ്യമരുളുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള മോട്ടോർ സ്പോർട്സ് ഇവൻ്റായ അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 ടൂർണമെൻറ്റ് 25-26 തീയതികളിൽ ആലക്കാട് ഏഴുംവയലിൽ നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ത്യയിലെ അറിയപ്പെടുന്ന 150-ൽ പരം താരങ്ങൾ അവരുടെ ഏറ്റവും പുത്തനായ മോട്ടോർ റേസ് വാഹനങ്ങളുമായിട്ടാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നത്. പ്രേക്ഷകരുടെ കണ്ണും കാതും നെഞ്ചിടിപ്പുമുയർത്തുന്ന അതിസാഹസികമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഏറ്റവും അനുയോജ്യമായ ട്രാക്കാണ് ഏഴുംവയലിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ അഡ്വഞ്ചർ ഡ്രൈവിങ്ങിന് ഏറ്റവും ഉപയുക്തമായ മലഞ്ചെരുവിലെ പ്രകൃതിദത്തമായ റഫ് റോഡും ഇവിടെയുണ്ട്. ഇതുവരെ കാണാത്ത അതിസാഹസികമായ ഓഫ് റോഡിംഗ് ഇവൻ്റായിരിക്കും ഇത് എന്നാണ് സംഘാടകർ പറയുന്നത്. 25-ന് ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ഭവാനി സർവശാല പരിസരത്ത് നിന്നും മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വാഹനങ്ങളും അണിനിരക്കുന്ന റാലി ആരംഭിക്കും. കല്യാശ്ശേരി MLA M. വിജയൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും. കോൺവോയായി പാണപ്പുഴ, പറവൂർ, ആലക്കാട് വഴി ഏഴുംവയൽ ഗ്രൗണ്ടിൽ 7:30-ന് വാഹനങ്ങൾ എത്തിച്ചേരും. രാവിലെ 8 മണിക്ക് മത്സരം ആരംഭിക്കും. സാഹസികമായതും വൈവിധ്യമാർന്നതുമായ രൂപഭാവങ്ങളിലുള്ള 150-ൽ പരം വാഹനങ്ങൾ ഒന്നിച്ചണിനിരക്കുന്ന അത്യപൂർവമായ അനുഭവമാകും മത്സരത്തിലെ ഓഫ് റോഡിങ്. ഇതിൽ മാർച്ച് പാസ്റ്റ് കാണുന്നതിന് മുഴുവൻ നാട്ടുകാർക്കുമുള്ള സുവർണാവസരമാകും ഇതെന്നും സംഘാടകർ പറയുന്നു. മാർച്ച് പാസ്റ്റ് രാവിലെ 7 മണിക്ക് ഭവാനി സർവശാല പരിസരത്ത് നിന്നും ആരംഭിച്ച് 7:05-ന് പാണപ്പുഴ ജംഗ്ഷൻ, 7:10-ന് മൂടേങ്ങ, 7:15-ന് കാരക്കുണ്ട്, 7:20-ന് പറവൂർ, 7:25-ന് ആലക്കാട് എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് 7:30-ന് ഏഴുംവയലിൽ എത്തിച്ചേരും. രാവിലെ 7:30-ന് ആരംഭിക്കുന്ന മത്സരങ്ങൾ 9 കാറ്റഗറിയിലായി രാത്രി 9 മണിവരെ ഇടവേളകളില്ലാതെയാണ് നടക്കുക. തുടർന്ന് 26-ന് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങൾ വൈകുന്നേരം 5 മണിക്ക് സമാപിക്കും. മഹത്തായ ഓഫ് റോഡിംഗ് ഇവൻറ്റിൻ്റെ സമ്മാനദാന ചടങ്ങ് തുടർന്ന് നടക്കും. ആവേശകരവും സാഹസികവും ത്രസിപ്പിക്കുന്നതുമായ ഓഫ് റോഡിംഗ് ഇവൻ്റ് പൂർണ്ണമായും സൗജന്യമായി കാണുന്നതിനുള്ള സൗകര്യമാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. മികച്ച നിലയിൽ മത്സരങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിനും വന്നു ചേരുന്ന മുഴുവൻ കായിക ആസ്വാദകർക്കും സുഗമമായി മത്സരം വീക്ഷിക്കുന്നതിനും ഗതാഗത ക്രമീകരണങ്ങൾ സംഘാടക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ഇതുമായി മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നും അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 ചരിത്ര വിജയമാക്കി തീർക്കണമെന്നും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണനും കൺവീനറും അഭ്യർത്ഥിച്ചു. ഹൈവേ വഴി വരുന്നവർ തളിപ്പറമ്പ് ചുടല ജംഗ്ഷനിൽ നിന്നും പൊന്നുരുക്കി മടന്തട്ട് റോഡിലൂടെ 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഏഴുംവയലിൽ എത്തിച്ചേരാം. പയ്യന്നൂർ ഭാഗത്തു നിന്നും വരുന്നവർക്ക് കാനായി മണിയറ റോഡിലൂടെ മാതമംഗലത്തെത്തി പാണപ്പുഴ ഏര്യം റോഡ് വഴി ആലക്കാട് എത്തിച്ചേരാം. ശ്രീകണ്ഠപുരം ആലക്കോട് ഭാഗത്തു നിന്ന് എത്തുന്നവർ നിർദ്ദിഷ്ട സഫാരി പാർക്ക് നാടുകാണി വഴി മടന്തട്ട് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഏഴുംവയലിൽ എത്തിച്ചേരാം. ആലക്കാട് PHC വഴി ഏഴുംവയൽ റോഡിൽ 25-ന് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം പരിപാടി അവസാനിക്കുന്നവരെയും 26-ന് ഞായറാഴ്ച 7 മണി മുതൽ പരിപാടി അവസാനിക്കുന്നവരെയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് എത്തുന്ന വാഹനങ്ങൾക്ക് ആലക്കാട്, ഏഴുംവയൽ എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലക്കാട് എത്തുന്നവർക്കും ഏഴുംവയലിലെത്തുന്നവർക്കും ഇവൻ്റ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നതിന് ആവശ്യമായ സൗജന്യ ഓട്ടോ ടാക്സി സൗകര്യം സംഘാടക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു. മുഴുവൻ കായിക പ്രേമികളും ഇതുമായി സഹകരിക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു. രാജസ്ഥാൻ മോട്ടോർ സ്പേസും കേരള മോട്ടോർ സ്പേസ് വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായിട്ടാണ് കേരള അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 ഏഴുംവയലിൽ സംഘടിപ്പിക്കുന്നത്. പുതിയ കാലത്തിൻ്റെ വേഗവും സാഹസികതയും ഒത്തുചേർന്ന കേരളത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സ്പേസ് മത്സരമാണിത്. ഇന്ത്യയൊട്ടാകെയുള്ള സാഹസികമായ ഡ്രൈവിംഗ് മത്സരാർത്ഥികൾ അണിനിരക്കുന്ന മത്സരത്തിൽ 200-ൽ പരം വാഹനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 12 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. നാടിൻ്റെ പേരും പെരുമയും ലോകമെമ്പാടും അറിയപ്പെടുന്നതിനും കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഈ നാട് ഇടം പിടിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുകയും ചെയ്യും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തൊഴിൽ വരുമാന സാധ്യതകൾ വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നതിനും അതുവഴി
ഏഴുംവയൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തിൻ്റെ ഭാവി വികസനത്തിനും ഇത് സഹായകമായി തീരുമെന്ന പ്രതീക്ഷയിൽ കല്യാശ്ശേരി മണ്ഡലം MLA M. ബിജിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ ഇവന്റ് നടത്തപ്പെടുന്നത്. കേരള അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 ഇത്തവണ നടക്കുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിലെ കല്യാശ്ശേരി, പാണപ്പുഴയിലെ ഏഴുംവയൽ. ഇവിടെ നാട്ടുകാരും നമ്മൾ ഓരോരുത്തരും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. കണ്ണൂരിൽ ആദ്യമായി ഇത്തരമൊരു അഡ്വഞ്ചർ ട്രോഫി എത്തുമ്പോൾ അതിന്റെ ഭാഗമാവാൻ നമ്മുടെ നാടിന്, പാണപ്പുഴക്ക്, ഏഴുംവയലിന് സാധിച്ചു എന്നത് നിറഞ്ഞ സന്തോഷമാണ്. നമ്മളെല്ലാം ആകാംക്ഷയിലാണ് നിങ്ങളെ കാത്തിരിക്കുക. ഇവിടെ ഒരു വലിയ പ്രവർത്തനം, കൂട്ടായ്മയിൽ ഈ നാട്ടിൽ നടക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടുകൂടി ഈ മാസം 24, 25, 26 തീയതികളിൽ ഏഴുംവയലിൽ നടക്കുന്ന അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ കാത്തിരിക്കുന്നു. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.